ഹലോ ഗൈസ് പറഞ്ഞേ. ഇന്ന് നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? തലയിൽ എണ്ണ ഇടാൻ പോകും. ഇങ്ങനെ കാണിക്കും. എണ്ണ ഇടാൻ പോവാ. കുട്ടിയുടെ തലയൊക്കെ മുടിയൊക്കെ ചീവിട്ട് ഒത്തിരി നാളായപ്പോൾ ജല പിടിച്ചിരിക്കുവാണ്. വരത്തില്ല ചീവാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് എണ്ണ ഇട്ട് ചീവണ്ടേ? അമ്മയ്ക്ക് എണ്ണ ഇടണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേദന എടുക്കും മുടി. നല്ലപോലെ ചീവണോ എണ്ണ ഇട്ടിട്ട്. ഓക്കെ. അപ്പൊ മമ്മ എണ്ണ എടുക്കട്ടെ? കുക്കി ഇടും, അമ്മായി ഇടും കേട്ടോ. ഇത് ഏത് എണ്ണയാന്നുള്ളത് പിന്നെ പറയാം. പക്ഷെ ഇപ്പൊ ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വേറൊരു പീനട്ട് ബട്ടറിന്റെ രണ്ട് കയ്യിൽ തേച്ചിട്ട് തലയിൽ തെച്ചോ. പീനട്ട് ബട്ടറിന്റെ ബോക്സിനകത്താണ് വെച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാല് അതിന് കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു നമ്മൾ വന്ന സമയത്ത്. മമ്മ അങ്ങനെ എടുക്കല്ലേ, മമ്മ ഒഴിച്ചു തരാം. എല്ലാം കൂടെ താഴെ വീഴും. കണ്ടോ മമ്മായി തേക്കുന്നേ? ഓ മുടിയല്ലേ ഉമ്മ വന്നോ? ഇങ്ങനെ മമ്മയ്ക്ക് എപ്പോഴും ഉമ്മ തരും അല്ലേ? ഇച്ചിരി തരുവേ. അങ്ങനെ ഇവിടെ വന്നപ്പോ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് ഓയിലാന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ പാരച്യൂട്ടിന്റെ ഓയിലാണ്. അതാണ് പണ്ട് തൊട്ടേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് തന്നെയാണ് ഇവർക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊച്ചിലത്തെ സമയത്ത് നമ്മൾ മറ്റേ നാട്ടിലെ കോക്കനട്ട് ആട്ടിയ ഓയിൽ ഫുഡിനൊക്കെ വെച്ചേക്കുന്ന വെളിച്ചെണ്ണ അത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം കുക്കി ഇത് ദേഹത്തിടാനല്ല, ഉള്ളി മുടിയിൽ കേട്ടോ. അതിനുശേഷം അമ്മയ്ക്ക് ഇച്ചിരി തേച്ച രണ്ട് കയ്യിലാക്കിയിട്ട് കുടിപ്പോയി എന്റെ കയ്യിൽ ഇച്ചിരി തേച്ച് മറ്റേ കൈ കൂടി തേച്ച് നമ്മുടെ മുടി ഇച്ചിരി തേച്ച. പക്ഷെ ആദ്യം കുറെ നാൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ പാരച്യൂട്ടിന്റെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതാണെങ്കിലും പണ്ട് തൊട്ടേ നമ്മളതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുക്കിക്കും കുക്കി ഇച്ചിരി തൊട്ടെടുത്തോ, ഇച്ചിരി. അപ്പം കുക്കിയുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഭയങ്കര പാടാണ്. ഇത് എന്താണ് അങ്ങനെ ചെയ്യല്ലേ. ഇവിടെ എല്ലാം പഴയെടുത്ത് അതിനകത്ത് ഇട്ടു മൊത്തം. കുക്കി എന്റെ കയ്യിൽ അങ്ങനെ ചെയ്യില്ല. ഇവിടെ എല്ലാം വീഴുന്ന കണ്ടോ. കുക്കി ഗുഡ് ഗേൾ ആയിട്ട് മമ്മയുടെ കൂടെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞോണ്ടല്ലേ മമ്മ വന്നത്. ഇത്രേ ഉള്ളൂ. ഇനി എനിക്ക് ഇച്ചിരി തരാം. എന്റെ തലയിൽ ഇച്ചിരി തേക്ക്, എന്റെ മുടിയിൽ ഇച്ചിരി തേക്ക് കൊടയാണ്. അപ്പൊ നമ്മൾ വന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മുടെ കൊണ്ടുവന്ന ഫുഡിന് ഉണ്ടാക്കാനുള്ള അത്രയും ബോട്ടില് കോക്കനട്ട് ഓയിൽ ഫ്രീസ് ആയിപ്പോയി. പിന്നെ അത് നമ്മൾ ലാസ്റ്റ് ഇച്ചിരി തരും. ഓക്കെ, ഇനി ചോദിക്കരുത്. ഇനി നമ്മൾ മുടി ചെയ്യണം. ഓക്കെ, ഇനി മമ്മയെ ഡിസ്റ്റർബ് ചെയ്യുവോ? ഇനി ഈ ഓയിലിനെ ഡിസ്റ്റർബ് ചെയ്യുവോ? ഇല്ല. ഇനി ഇവിടെ എല്ലാം ആയാൽ കുത്തി തെന്നി വീഴും. പിന്നെ ഇവിടെ താഴെയോട്ട് വീണ് കഴിഞ്ഞാൽ അല്ലേ? ശരി, ലാസ്റ്റ് ആണ്. ഒത്തിരി നമ്മുടെ അടുത്ത് തീരാറായി. ഓക്കെ, ഇത് ആക്ച്വലി നമ്മള് എത്ര 5.5 മാസം ആവാറായി നമ്മളൊരു ബോട്ടില് കൊണ്ടുവന്നത്. കുട്ടി ആ തലയിൽ മാത്രം ദേഹത്ത് തേക്കല്ലേ. തലയിൽ തേക്കുന്നത് തലയിൽ തേച്ച് കുട്ടി മമ്മ പറയുന്നത് കേട്ടെ. തലയിൽ തേച്ച് അപ്പം അത് ഈ തലയിൽ തേക്കുന്ന ഈ പാരച്യൂട്ട് ഓയിൽ ആണെങ്കിലും വന്ന സമയത്ത് എന്താണ് ഫ്രീസ് ആയിട്ട് നമുക്കിത് ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അത് കട്ട പിടിച്ചു. പിന്നീട് നമ്മൾ അത് അലിയിച്ച്, അതായത് എന്താണ് ഒരു സോസ്പാനകത്ത് മറ്റേ വെള്ളം എടുത്ത് ചൂടാക്കി അതിനകത്ത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം വേറെ ഈ ഒരു ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചെടുത്തത്. അതെ. അപ്പം അത് തൊടല്ലേ. എണ്ണ എവിടെ വരുന്നേ? കണ്ടോ
ഞാൻ ഒന്നും മുടി ജീവിക്കോട്ടെ. നീ ഇങ്ങോട്ട് വന്നിരിക്കോ? അമ്മ ഒന്ന് ജീവിക്കോട്ടെ. ചീവാൻ വേണ്ടിയാ അമ്മ ഇനി ഇതെല്ലാം തന്നത് കുക്കിക്ക് കളിക്കാന്. ഇതെല്ലാം നിരത്തിയിട്ടാണ് ഇത്രയും ക്ലിപ്പ് ഞാൻ കൊടുത്തു കുക്കിക്ക്. കണ്ടോ അമ്മ എല്ലാരെയും കാണിക്കുന്നത്. ഇവിടെ വന്നിരുന്നു. അപ്പൊ കുക്കിയുടെ ഹെയർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കളിച്ചോ. അപ്പോ ഇവളിങ്ങനെ വന്ന് ഇരിക്കുന്നത് തന്നെ എന്താണ് വല്ലപ്പോഴുമാണ്. നമുക്ക് ഭയങ്കര പാടാണ് ഇങ്ങനെ ഇരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ലൈക്ക് വീക്ക്ലി വൺസ് ഒക്കെ പുറത്ത് പോകും എന്ന് അറിയുമ്പോഴത്തേക്കും അവളിങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് എന്താണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൾ അപ്പം തന്നെ വരും, അനങ്ങാതിരിക്കും. പുറത്ത് പോകാനുള്ള ആ ഒരു ആക്രാന്തം കൊണ്ട്. സോ ആ സമയത്ത് നമ്മൾ എന്നിട്ട് ഇറങ്ങാൻ നല്ല ലേറ്റ് ആവും കേട്ടോ. കാരണം ഇത് ഈ ഒരാഴ്ചത്തെ നമ്മുടെ ഈ മുടിയുടെ ജടയെല്ലാം കളയണമെങ്കിൽ തന്നെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ജട എല്ലാം കളഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ മുടിയുടെ ഈ ബാക്കിൽ താഴത്തെ വശം ഈ ഒരാഴ്ച ചീവാകുമ്പോഴത്തേക്കും ഫുൾ ജട വന്നിട്ട് എനിക്കത് ചീവാൻ പറ്റുന്നില്ല. അത്രയും കട്ടിയായ ഒരു ബോള് പോലെ ഇരിക്കും. അവസാനം ഞാൻ ഒരു പീസ് എടുത്ത് ആ ഒരു സംഭവം ആ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ഓരോ മുടിയിലും ഇങ്ങനെ വരും. അതിനകത്ത് കുത്തി വെച്ചല്ലേ. അപ്പം നല്ല പോലെ എണ്ണ നമ്മുടെ വലിയവരുടെ കൂട്ട് കോരി ഒഴിച്ച് എന്തുവേണം ഇത് ചീവണം. ഇപ്പൊ ഇത്രയും എണ്ണ ഒഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര സ്മൂത്തായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കളിക്കാൻ കൊടുത്താലുള്ളതുപോലെ ഇരിക്കും. പിന്നെ ചില സമയത്ത് ഇവിടെ വെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്കും വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ് മറ്റേ ടാപ്പിൽ. അപ്പം ആ സമയത്ത് ഞാൻ ഇതെല്ലാം അവളുടെ മുടി ചെയ്യും. സോ അതാണ് നമ്മുടെ ഹെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഹെയർ കെയർ കുട്ടിയുടെ മെയിനായിട്ടും പിന്നെ മാക്സിമം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെന്താ, നമ്മൾ ഈ ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ മൂന്ന് നേരത്തെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നല്ല ഡിലേ ആവുള്ളൂ തിന്ന് വരുമ്പോഴത്തേക്കും. പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് മുടിക്ക് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് തോന്നും ഇങ്ങനെ ചുമ്മാ മുട്ടയടിച്ചാലോ പച്ച വെട്ടിയാലോ പൊയ്ക്കെട്ടാക്കിയാലോ എനിക്കും തോന്നാറുണ്ട്. പക്ഷെ ഡിജോയ്ക്ക് അങ്ങോട്ട് കുറച്ച് മുടി വേണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇവർക്ക് മുടി ഇങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനെ കെട്ടി ഓരോരോ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഈ സമ്മർ സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു കൊണ്ട പോലെ കെട്ടി തുടങ്ങിയത്. അതുവരെ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ അഴിച്ചിടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു നോർമൽ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്താണ് നമ്മൾ കുറേ പാണ്ടക്കെട്ടായിട്ട് 2-3 ബാഗ്, കുറേ ഒരു ബാഗ്, 2 തോളിലൊരു ബാഗ്, ഓരോ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് എല്ലാം പിന്നെ നമ്മൾ മുടി അഴിച്ചിട്ട് പിന്നെ ചൂടും പിന്നെ ക്ഷീണവും ടയർഡ്നെസ് അത് ഇത് വെയിറ്റ്. അപ്പം നമ്മളാകെ തള്ളം നിൽക്കുമ്പോൾ ഈ മുടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷനാണ്. അപ്പം ഒരു ഡിസ്ട്രാക്ഷനും വരാതിരിക്കാൻ വേണ്ടി തന്നെ ഫുൾ കോൺസെൻട്രേഷന് വേണ്ടി തന്നെ നമ്മൾ എപ്പോഴും കൊണ്ടയാക്കിയതാണ്. അപ്പം ആ ഒരു കൊണ്ടയാക്കിയതിന് ശേഷം ആക്ച്വലി
എനിക്കൊന്ന് പിന്നെ ഇങ്ങോട്ട് എനിക്ക് ആ കൊണ്ട ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോഴും അകത്ത് പോകുമ്പോഴും എപ്പോഴും കൊണ്ട തന്നെയാണ്. പിന്നെ നിന്റെ തലയിലോ? മമ്മയുടെ തലയിൽ നമ്മൾ അവളോട് നിന്റെ തലയിൽ നിന്റെ ഉടുപ്പെടുത്തോണ്ട് വരാനൊക്കെ പറയുമ്പോൾ അവള് തിരിച്ചും അത് ഈക്വലായിട്ട് പറയാൻ നോക്കും. നിന്റെ തലയിൽ എങ്ങനെ ഈ ക്ലിപ്പ് നോക്കുന്നൊക്കെ ചോദിച്ചു. അമ്മ ഈ സൈഡൊന്ന് ജീവിക്കോട്ടെ. കുട്ടിയുടെ കിട്ടിയില്ല ഈ സൈഡ്. താങ്ക് യു. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ എന്താണ് നമ്മള് മണ്ണ് വെച്ച് കളിക്കും. പിന്നെ മണ്ണെല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ പൊക്കി എറിയും. അതെല്ലാം കൂടെ ഉള്ള തലയിൽ വന്ന് വീഴും. പിന്നെ അത് ആ മണ്ണൊരു മിനിസം ഗ്ലിറ്റർ പോലെ അത് മാറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. നിന്റെ അല്ലടി, മമ്മയുടെ തലയിൽ. കൊള്ളാം കൊള്ളാം. അപ്പോ തൂക്കി ഇവിടെ ഒന്നിരിക്കാം. ഈ സൈഡ് എനിക്ക് കിട്ടിയില്ല, അതിനല്ലേ മമ്മയെ തന്നത്. ഇവിടെ ഒന്നിരി, ഇവിടെ. അപ്പം ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ അവള് മണ്ണെടുത്ത് പൊക്കി എറിയുന്ന കളിക്കുന്ന കുഴപ്പമില്ല. അത് ഏതൊക്കെ മണ്ണാവും നമുക്ക് കുളിച്ചാൽ ഒക്കെ പോകും, ഡ്രസ്സിലൊക്കെ ആവുന്ന അതൊക്കെ കുഴപ്പമില്ല, കഴുകിയാൽ പോകും. പക്ഷെ ഈ മുടിക്കകത്തുനിന്ന് എടുത്ത് കളയുന്നത് ഭയങ്കര ടാസ്ക്. ആദ്യത്തെ ദിവസം ഞാൻ ഭയങ്കര പേടിച്ചു. പിന്നെ വരുമ്പോഴത്തേക്ക് ഇവള് ഭയങ്കര ടയേർഡായിരിക്കും. അപ്പം കുളിക്കാൻ തന്നെ കുളിക്കും, ദേഹത്ത് വെള്ളം ഒഴിക്കും. തലയിൽ വെള്ളം ഒഴിക്കുന്നവരും അവർക്കൊരു പേടിയാണ് നോർമലായിട്ട് തന്നെ. എന്തുവാ സന്തോഷത്തോടൊക്കെ നോർമലായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ തന്നെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ കിടന്ന് ചാട്ടമാണ്. അപ്പോൾ ഈ പുറത്തൊക്കെ പോയിട്ട് വന്ന് വീണ്ടും കരച്ചിലും വെള്ളമായിരിക്കും. അപ്പോൾ ഒത്തിരി നമുക്ക് സ്ട്രെസ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് അങ്ങനെ തേച്ച് ഒന്നും കുളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പേടിച്ചു. പിന്നെ ഇതെന്തുവാ, ഇപ്പം നമ്മൾ രണ്ട് സൈഡ് കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ വര എടുക്കുന്ന സമയത്ത് ആ വര എടുത്തുള്ള ആ സ്ഥലത്ത് മൊത്തം മണ്ണായിരിക്കും. പിന്നെ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ കൈകൊണ്ടങ്ങ് ചരണ്ടിക്കളയും. പിന്നെ ബാക്കി വെള്ളം ഒഴിച്ച് കുറച്ച് പോകും. പിന്നെ അത് കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടേ ഇത് പോകത്തുള്ളൂ. അതാണൊരു സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ വെക്കാം. ഏറ്റവും മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പാരച്യൂട്ട് ഓയിൽ തന്നെയാണ്. അപ്പം അത് നല്ലപോലെ തന്നെ നമ്മൾ മുടിയിൽ ഇത് ചെയ്യും, മസാജ് ചെയ്യും. പിന്നെ നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ഇത് ചെയ്യും, ഷാമ്പൂ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കിവിടെ മുടിയൊന്നും ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. ഓക്കെ, അമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് എനിക്ക് എടുത്തു തരാമോ? എത്ര ഇതുണ്ടെന്ന് നോക്കി. അമ്മയ്ക്ക് മുടി ചെയ്യാൻ പറ്റിയില്ല, ഒന്നെടുക്കാവോ? ഇങ്ങനെ ഞാനാണെങ്കിലും എനിക്ക് ഇവളുടെ ഈ റുട്ടീൻസും കാര്യങ്ങളും കാരണം എനിക്ക് എല്ലാ ദിവസവും മുടി ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ ഡെയിലി തല കഴുകും. എനിക്കിപ്പം തണുപ്പായിരുന്ന സമയത്ത് 1-2 ദിവസമൊക്കെ തല കഴുകത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ചൂടായതുകൊണ്ട് ഡെയിലി തല കഴുകും. അതുപോലെ തന്നെ എൻ്റെ തലയിലും പെട്ടെന്ന് കുരുക്കും കാര്യങ്ങളൊക്കെ വീഴും. അതുകൊണ്ട് തന്നെ ഞാനും ഇതുപോലെ തന്നെ വീക്ക്ലി വൺസ് ആണെങ്കിലും ഈ ഒരു എണ്ണയും ഷാമ്പൂ ഒക്കെ ഇടാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എനിക്ക് ഹെയർ ഫോള് നമ്മുടെ നോർമൽ ഒരാൾക്ക് തന്നെ ഒരു ഹെയർ ഫോള് വരും. അപ്പം ആ കൈൻഡ് ഓഫ് ഹെയർ ഫോളാണ് വരുന്നത്. കുക്കി പിന്നെ വായിലിടുന്നത് നല്ലതല്ല കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ ക്ലിപ്പൊന്നും വായിലിടരുതെന്ന്? നല്ലതാണോ ഇടുന്നത്? പിന്നെ ഏറ്റവും മെയിനായിട്ട് ഈ ഒരു ഇത്രയും കൊള്ളാം, ഇത്രയും വലിയ, ഏറ്റവും മെയിനായിട്ട് ഇത്രയും വലിയ പല്ലുള്ള കോമ്പ് പിന്നെ ഞാൻ നോക്കിയിട്ട് ലിങ്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് അതിൽ കയറി വാങ്ങിക്കാം. അപ്പോൾ ഈ കോമ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആക്ച്വലി ഇത്രയും വലിയ കോമ്പ് ഞാൻ ഒരു ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു 11-12 ആ ഒരു സമയത്താണ് ഇതിനെ പരിചയപ്പെടുന്നത്. പക്ഷേ ഇതുപോലെ കേർലി ഹെയർസ് ഉള്ള ബേബിയുള്ള മോംസ് ആണെങ്കിൽ അവർക്ക് ഇത് ആവശ്യം വരും. ലൈക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം
നമുക്ക് നോർമൽ ചീപ്പ് വെച്ച് ഞാൻ ഇവളുടെ മുടി പണ്ടേ ചീവിയിട്ടേ ഇല്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ചീവിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടാതെ വല്ല എന്തോ എവിടെയെങ്കിലും പോയി മിസ്സാണെങ്കിൽ ആ ഒരു സമയം കിട്ടുന്ന വരെ ചീവിട്ടുണ്ട്. പക്ഷെ അത് വെച്ച് നമുക്ക് ചീവാൻ പറ്റത്തില്ല മീൻസ് അത്രയും ചെറിയ ചെറിയ എന്താണ് പല്ലുള്ള ഇത് വെച്ച് എൻ്റെ മുടി പോലും എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര പാടാണ്. സോ ഇതെന്തായാലും ആവശ്യം വരും. സോ നിങ്ങളിത് നോക്കി വെച്ചോ ഗൈസ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ കെയർ റൂട്ടീൻ. അങ്ങനെ ഇപ്പോൾ ഇവളുടെ ജടയാണെങ്കിൽ മൊത്തം എടുത്തു കെയർ ചെയ്തു. സോ നമ്മൾ കുളിക്കാൻ പോവുകയാണ്. അപ്പം കുക്കി എന്താ പറയണ്ടേ? ബേബീസിൻ്റെ അടുത്ത് പറയണേ ഇങ്ങനെ എല്ലാവരും മുടിയിൽ എണ്ണ ഇടണേ. കുക്കിയുടെ കൂട്ട് അതിനിടയ്ക്ക് അവക്ക് അതിനകത്തുനിന്ന് വെള്ളം വേണം. തരാം. ബൈ ബൈ പറഞ്ഞേ. ബൈ അങ്ങനെ നമ്മൾ മുടിയൊക്കെ ചീവി ഇവിടെ കുടുംബമൊക്കെ കെട്ടി. കുക്കി ഇങ്ങനെ ഒന്ന് കാണിച്ചേ കുടുംബ. ഇനി നമ്മൾ കുളിക്കാൻ പോവാണ്. അപ്പൊ കുക്കി പറഞ്ഞ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ. ഫ്ലൈയിങ് സോഡ്.